എന്നൊക്കെ കുത്തുവാക്ക് കളിയാക്കും, ആളുകൾ വെറുപ്പോടെ നോക്കും. ആ ഒരു ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച അവഗണന ഒരുപാടാണ്. റൈറ്റ്. അപ്പൊ ആ ഒരു ദീന് ജീവിതത്തിൽ എന്തോ അത്ഭുതമായി കൊണ്ട് നടക്കുന്ന പോലെയായിരിക്കും ആളുകൾ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കാണും. എന്നുവെച്ചാൽ അവസാന കാലഘട്ടത്തിൽ ദീനിനെ പിടിക്കുന്നത് ഒരു കത്തിജ്വലിക്കുന്ന കനൽ, കരിക്കട്ട നമ്മളെ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നു. റൈറ്റ്. അപ്പോ നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കുന്നു, അള്ളാഹുവിന്റെ റൂൾസ് ഫോളോ ചെയ്ത് ജീവിക്കുന്നു, അത്രത്തോളം അവഗണനകൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇപ്പോ ആ സമൂഹം തന്നെ അത്തരം ഒരു ചിന്തയിലാണ്. എന്നുവെച്ചാൽ 18 വയസ്സുള്ള ഒരു ഉദാഹരണം പറയാം. 18 വയസ്സുള്ള ഒരു ചെറുക്കനും ഒരു പെണ്ണും 18 വയസ്സിൽ കല്യാണം കഴിക്കൽ വളരെ സുന്നത്താണ്. പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കൽ ഏറ്റവും അഫ്ദലാണ്. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ ആളുകൾ കളിയാക്കും, നീ എന്താ ഇത്ര ചെറുപ്പത്തിലേ കല്യാണം കഴിക്കുന്നത്, ഇതൊക്കെ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായി ചിന്തിക്കണ്ടേ. നേരെ മറിച്ച് അത്തരം ആളുകളെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു 15 വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ സമൂഹത്തിൽ പ്രശ്നമില്ല. ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ആവാം, അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ കുട്ടികളെ പ്രായമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. റൈറ്റ്. അപ്പൊ നോക്ക്, ഹലാലിനെ കളിയാക്കുന്നു, ഹറാമിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ പല വിഷയത്തിലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്തൊരു ഹലാലായ വിഷയം ഉണ്ടെങ്കിൽ അതിനെന്താവും, അതിന്